ശബരിമലയിലെ ഇന്നത്തെ വിശേഷം പരിശോധിച്ചാൽ ശബരിമലയിൽ ഭക്തജന തിരക്ക് എപ്പോഴത്തെ പോലെ തന്നെ തുടരുന്നുണ്ട്. സന്നിധാനത്തേക്ക് വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ നേരിയ കുറവ് പക്ഷേ ഇന്നലെ അനുഭവപ്പെട്ടു എന്നാണ്. 10 മണിവരെ 97,297 തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവുണ്ടായി. ജോയ്മോൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് തത്സമയം സന്നിധാനത്ത് നിന്ന്. ജോയ്മോനെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ശബരിമലയിൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്, സാഹചര്യം എന്താണ്? ഇന്ന് തിരക്കുണ്ടോ? ഇന്നലെ ഇപ്പം തിരക്ക് കുറവായിരുന്നു എന്ന് ഇപ്പോൾ റിപ്പോർട്ടിൽ നിന്ന്, ഈ വായിച്ചിൽ നിന്ന് മനസ്സിലാക്കുന്നു. സേതു, ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. അതായത് ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ നല്ലൊരു വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ, അതായത് കുറച്ചു നാൾ മുൻപ് വരെ ഈ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഒരു നേരിയ ഒരു കുറവ് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊരു വിപരീതം എന്നോണമാണ് ഇന്നലെ ഇപ്പോൾ 97,297 പേരാണ് 18-ാം പടി ചവിട്ടി സന്നിധാനത്ത് എത്തിയത്. അപ്പോൾ ഇന്നും അതിൻ്റെ ഒരു തുടർച്ച, അല്ലെങ്കിൽ ഇന്നും ഒരു നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ 4 മണി മുതൽ 5 മണി വരെയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 20,000-ത്തിനടുത്ത്, കൃത്യമായി പറഞ്ഞാൽ 19,164 പേരാണ് 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി ദർശനം നടത്തുന്നത്. അപ്പോൾ ഓരോ വഴികളും പ്രധാനമായും ഈ പുല്ലുമേട് വഴി, അതായത് പരമ്പരാഗത പാതയായ പുല്ലുമേട് വഴി തീർത്ഥാടകരുടെ എണ്ണത്തിൽ, അതൊരു കടന്നു വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വർധനവുണ്ടായതാണ് ഈ തിരക്ക് കൂടാൻ ഉൾപ്പെടെയുള്ള കാരണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ മാസം ആദ്യം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കിയതും, അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് 5,000 നിശ്ചയിച്ചിരുന്ന അതിലും ഒരു നിയന്ത്രണം, അതിലുണ്ടായിരുന്ന നിയന്ത്രണവും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ തന്നെയാലും സ്പോട്ട് ബുക്കിംഗ് വഴി 7,412 തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെ തിരക്ക് കൂടുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിലേക്ക് തന്നെ നോക്കിയാൽ തന്നെയായാലും വൻ തിരക്കാണ്. അതായത് ഇടുങ്ങി പല ക്യൂകളായിട്ട് ആളുകൾ നിരന്ന് ഇങ്ങനെ ദർശനം നടത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്യൂ തന്നെയായാലും അതിലേ പോയി താഴെ ഈ നടപ്പന്തൽ വരെ ഇതുപോലെ തന്നെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേരിയ ഒരു കുറവുണ്ടായിരുന്നു. അതായത് കാലാവസ്ഥ പ്രതികൂലമായതും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഈ ചെറിയൊരു കുറവിന് കാരണമായത്. പക്ഷേ ഇന്ന് അതിലൊരു മാറ്റം വന്നിരിക്കുന്നത്. ഇന്നലെയാണെങ്കിൽ 97,000 പേർ മല ചവിട്ടിയപ്പോൾ, മിനിങ്ങാന്നാണെങ്കിൽ അതൊരു 1,00,000-ന് മണ്ടയിൽ പോയിരുന്നു. അപ്പോൾ ഇന്നും അത് തന്നെയാണ്, നല്ലൊരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് സേതു പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ജോയ്മോനെ, ശരി. അപ്പോൾ